സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ഒരു കാണാൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. ഒരു ഫാമിലിക്ക് ഫാമിലിക്ക് ഒരു 7-8 ആൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയൊരു അതുവേ ടൂറൊക്കെ പോയി റൂം ഇട്ടില്ലെങ്കിൽ ഇതിന്റെ കടന്നിറങ്ങും ചെയ്യാം. അതെങ്ങനെയാ കിടക്കാൻ പറ്റൂല. ഓക്കെ, ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 380 പറഞ്ഞിരുന്നു. ഇപ്പൊ റമദാനായിട്ട് നമ്മളൊരു ഓഫർ കൊടുക്കാണ്. 3,50,000 കൊടുക്കുക. 3,50,000 രൂപയ്ക്ക് 50,000 നോമ്പ് റമദാനിന്റെ മുന്നായിട്ട് വിളിക്കണം. നോമ്പ് കഴിഞ്ഞാൽ കൊടുക്കൂല. ഓക്കെ, അതും ഒരു എർട്ടിഗ ഡീസൽ വണ്ടി. മോഡൽ എത്രയാണ്? മോഡൽ 2012 ആണ്. പിന്നെ രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. വേറെ 160 ഓടിയിട്ടുണ്ട്. മേജർ കംപ്ലൈന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നോമ്പിന് ഇനി ഒരു 10 ദിവസം കൂടി ഉണ്ട്. അതിനുള്ളിൽ കാര്യം കൺഫേം ആക്കുകയാണെങ്കിൽ കൊടുക്കാൻ പൈസ കൊടുക്കും. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കൂല. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ 3.5 കൊടുക്കൂല. ഓഫർ കൊടുക്കാണ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോറൂം, ഒരു കിടിലം ഷോറൂമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നമ്മുടെ മൻസൂർ ഖാന്റെ ബിസ്മി യൂസഡ് കാർ. അസ്സലാമു അലൈക്കും മൻസൂർ ഖാ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കഴിഞ്ഞ വീഡിയോ തകർത്തു. ഒരുപാട് വണ്ടികൾ പോയി. ഏകദേശം ഒരു 6 വണ്ടി നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തല്ലേ? അവരവരെ പിന്നെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ പറഞ്ഞുകാണ്ട് കൊണ്ടുപോയി. മാഷാഅല്ലാഹ്. അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളുള്ള ആൾക്കാരോട് നമ്മൾ നേരിട്ട് വന്നുകാണ്ട് ചെക്ക് ചെയ്തിട്ട് അവർ കൺഫേം ആക്കിയിട്ട് അങ്ങനെയും കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അതെ, ഈ ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങള് ആളുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതല്ല, ചെറിയ വാഹനങ്ങൾക്ക് വേറെയും പ്രശ്നം മൈനസ് പോയിന്റുകളുണ്ട്. ചെറിയ വാഹനങ്ങൾ പറഞ്ഞാൽ ഈ 5 ലക്ഷം 6 ലക്ഷം റുപ്യന്റെ വണ്ടിയിൽ ഇപ്പം 50,000 റുപ്യ 1 ലക്ഷം റുപ്യ കൊടുക്കണേ. അതിന്റേതായ പോരായ്മകൾ അതിമുണ്ടാവും. അപ്പൊ അതൊക്കെ പരിഹരിക്കാനും അതിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് നമ്മൾ കൊണ്ടേ കൊടുക്കുള്ളൂ. അപ്പൊ സാധാരണക്കാർ ഒരു വണ്ടി ഫസ്റ്റിൽ എടുക്കുമ്പോ അതിനെ വലുത് വണ്ടിനെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. അറിയാത്ത ആളാവുമ്പോ ഓല് ഫസ്റ്റിൽ ഒരു 50,000 ആണെങ്കിൽ 50,000 പിന്നെ 10,000 1 ആണെങ്കിൽ അതിന്റേതായ വില ഉണ്ട്. ആ 50,000 റുപ്യന്റെ ആൾ എടുക്കുമ്പോ അവർക്ക് അത് വലുതാണ്. അപ്പൊ അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവുമ്പോ അറിയാത്തവരാണെങ്കിൽ അറിയുന്ന ആളെ കൂട്ടിയിട്ട് വന്നിട്ട് ക്ലച്ച് കുറച്ച് കമ്മി ഉണ്ടാവും. ചിലത് പിന്നെ AC കുറച്ച് കൂളിംഗ് കമ്മി ഉണ്ടാവും. ചിലത് പിന്നെ വരി കുറച്ച് കമ്മി ഉണ്ടാവും. അപ്പൊ അതിന്റേതായ പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് വണ്ടി അതായത് കൂടുതൽ ആൾക്കാരോട് ഫോട്ടോ ഇടുമ്പോ നേരിട്ട് വന്ന് ഓട്ടി നോക്കിയിട്ട് കൺഫേം ആക്കി തരുന്നത്. സെക്കൻഡ് വണ്ടി എടുക്കുമ്പോ എന്തെങ്കിലും ചില്ലറ പണി അറ്റകുറ്റപ്പണികളൊക്കെ അപ്പൊ ഉണ്ടാവും. അത് നമുക്ക് സ്വാഭാവികം ഉണ്ടാവും. കാരണം നമ്മളിപ്പോ എല്ലാം ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കണില്ല. നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ഒന്ന് ഫ്ലഡ്, ടോട്ടൽ ലോസ്, ടോട്ടൽ ലോസ്, ഇന്നമാതിരി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേജർ ആക്സിഡന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും അടുത്ത് പിന്നെ ഇപ്പൊ നമ്മള് വെള്ളപ്പോക വൈറ്റ് പോക ഒക്കെ വരികയാണെങ്കിൽ ഇന്നമാതിരി ഓയിൽ കേജ് കൂടെ പോക വരിക, സൗണ്ടിന് പിന്നെ ഡീസൽ വണ്ടി ആണെങ്കിൽ ടൈം ഇഞ്ചിന്റെ പണികള്, ക്രാങ്കിന്റെ പണികള്, ഗ്യാസ്കറ്റിന്റെ പണികള്, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നന്നാക്കും. അതിന്റെ കായ് പറയും. അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മൾ പറയും. അല്ലാത്തൊക്കെ നല്ല സ്വാഭാവികമായിട്ട് ടയർ പഞ്ചറാവുക, അല്ലെങ്കിൽ ക്ലച്ച് പെട്ടെന്ന് പോവുക, റേഡിയേറ്ററിൽ വെള്ളം ഇല്ലാതാവുക, അതൊക്കെ സ്വാഭാവിക വണ്ടി അറിയുന്നവന് അറിയാം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എല്ലാ വീടും പറയും, സെക്കൻഡ് ഹാൻഡ് വണ്ടി ചെറിയ ഇപ്പൊ നമ്മളിപ്പോ കരുവാരണ്ടിൽ ഇപ്പൊ വലിയ വണ്ടി കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ 6 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം അവർക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇത് നമ്മൾ ഈ 50,000 75,000 റുപ്യക്കൊന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ. അപ്പൊ ഇനി ഏത് വണ്ടി ഇതിൽ ഏത് വണ്ടി കൊണ്ടേ കൊടുത്താൽ വർഷാപ്പ് കൊണ്ടേ കൊടുത്താൽ അതിന് എന്തെങ്കിലും വർക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പ്രായമുള്ള ആളാണ്. എന്റെ അത്ര പ്രായം നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളെ ബോഡിക്ക് കുറച്ചും കൂടി താക്കത്തുണ്ടാവും. എനിക്ക് അത്ര താക്കത്തുണ്ടാവല്ലോ. അപ്പൊ അതിന് കാലത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. മോഡൽ കുറഞ്ഞ വാഹനങ്ങളാണ്. അപ്പൊ എടുക്കുന്നവര് എല്ലാ ഭാഗവും നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഇപ്പൊ നമുക്ക് ഒരു 3-4 വണ്ടികൾ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്താണ്ട് അത് ധൈര്യമായിട്ട് നിങ്ങൾ പറയല്ലേ കണ്ണും ചിമ്പി എടുക്കാം. അതിലിപ്പോ ഒരു 3-4 വാഹനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൂപ്പര് പറഞ്ഞ പോലെ എന്തെങ്കിലും മാരകമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് മൂപ്പര് പറയൂട്ടോ. പിന്നെ അങ്ങനെ പറയാതെ നമ്മളിപ്പോ ഈ കൂടുതൽ നമ്മളെ വണ്ടികൾ പോകുന്നത് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഇതിപ്പോഴാണ്. സാധാരണക്കാരായ ആൾക്കാരെ വരുന്നത്. അപ്പൊ അവർ ഒപ്പിച്ചുകാണ്ട് 1 ലക്ഷം റുപ്യക്ക് ഒപ്പിച്ചുകാണ്ടൊക്കെ ഉണ്ടാക്കുക. പിറ്റേന്ന് തന്നെ 5,000-6,000 റുപ്യ വർക്ക് വന്നാൽ അവർക്ക് അത് താങ്ങാൻ കഴിയില്ല. അപ്പൊ നമ്മളിന്ന് വാങ്ങിക്കൊണ്ടുപോയാൽ നമുക്കൊരു പിരാക്ക് കിട്ടും. അപ്പൊ ചിലപ്പോ നമുക്ക് 10-2,000 ലാഭം കിട്ടിയേക്കാം. നമുക്ക് പിന്നെ വാടക വേണ്ട. സ്റ്റാഫുകൾ നമ്മളെ മക്കളുമാണ്. നമ്മൾ കോഴിക്കോട് കമ്പനിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരും. ഇവിടെ കൊടുത്തിട്ട് അതിന് എന്തെങ്കിലും അപാധകൾ ഉണ്ടെങ്കിൽ അത് റെഡി ആക്കിയിട്ട് ഒന്ന് ചെറുതാക്കി വെക്കും. അപ്പൊ അവര് കൊണ്ടുപോയി പിറ്റേന്ന് തന്നെ കേട് വന്നാല് അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇനി പെട്ടെന്ന് വരില്ലെന്ന് നമ്മൾ പറയണമില്ല. അങ്ങനെ പറഞ്ഞാണ്ട് കണ്ടീഷൻ പറഞ്ഞ് നമ്മൾ വണ്ടി കൊടുക്കണമില്ല. അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ഇത് ലൊക്കേഷനോ നമ്മൾ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പറഞ്ഞ പഴയ പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പൂക്കോട്ടൂര്, പാണ്ടിക്കാട്, ചെമ്പ്രശ്ശേരി പേരെടുത്ത സ്ഥലമാണ്. ഇവിടെ വെട്ടിക്കാട്ട്
അപ്പൊ അതേ വെട്ടിക്കാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ മഞ്ചേരി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ പാണ്ടിക്കാട് വന്നിട്ട് വണ്ടൂർ റോട്ടിന് കൊടശ്ശേരി അറിയും. ഇനി അതല്ല നിലമ്പൂർ ഭാഗത്ത് നിന്ന് വയനാട് ആ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നിലമ്പൂർ വയ്ക്കും, താമരശ്ശേരി വയ്ക്കും, അങ്ങനെയും വരാം. ഈ തൃശ്ശൂർ ആ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നിലമ്പൂർ പൂണ റൂട്ടിൽ. പിന്നെ നിങ്ങൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതിയല്ലോ വാട്സ്ആപ്പ്. പാണ്ടിക്കാട് നടച്ച തന്നെ ലൊക്കേഷനിൽ വരും. ആളുകൾക്ക് ഇപ്പൊ മുമ്പത്തെ പോലെ നമ്മള് വീഡിയോ പ്രയാസമൊന്നുമില്ല. നമ്മളെ കുറച്ചൊക്കെ ഗൾഫുകാരൊക്കെ നമ്മളെ പറ്റി അറിയുന്ന സുഹൃത്തുക്കളുണ്ട് നാട്ടിലും തന്നെ. സാധാരണക്കാരെ നിങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ പരിചയമില്ലാത്ത ആൾ ആരും ഉണ്ടാവില്ല. ഏകദേശം ആളുകൾക്ക് നിങ്ങളെ പരിചയം ഉണ്ടാവും. അപ്പോ നമുക്ക് പിന്നെ ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു തങ്കം പോലത്തെ ഒരു സാൻഡ്രോ കാർ അല്ല, എന്താ ചേലല്ലേ, പുതിയ ഫ്രഷ് വണ്ടി ഞങ്ങൾക്ക് ഉണ്ട്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2012 12 മോഡൽ. 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 57,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെന്യുവിൻ അല്ലേ? ഉറപ്പാണ്. ഓക്കെ. ഓണർഷിപ്പ് ഇത് ഫസ്റ്റ് ആണ്, പക്ഷെ അവരെ ഫാമിലിയിൽ നിന്ന് തന്നെ രണ്ടാക്കിയതാണ് അവര്. അതെ, രണ്ടാമത്തെ ഓണറാണ്. ഒരു വീട്ടിലത്തെ വണ്ടി തന്നെയാണ്, പക്ഷെ രണ്ടാമത്തെ അവര് ആക്കി എന്തോ ഒരു ബോണസിന് വേണ്ടി ചെയ്ത് അവര് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിയതാണ്. വേറെ പിന്നെ പുറത്തു കൊടുത്തതൊന്നുമല്ല. AC, പവർ സ്റ്റാരിങ്, 2 ഡോർ വിൻഡോ, ഇന്റീരിയർ ഭാഗത്ത് കോലം കണ്ടത്തിന് അറിയാം. അതെ, ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. ഇടിയൊന്നുമില്ലല്ലോ. ഇഞ്ചർ റൂം ആണെങ്കിൽ കണ്ടോളി, എഞ്ചിൻ റൂം വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അതല്ല, ഇത് AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ 2 4 വരുന്നുള്ള. ഓക്കെ. എഞ്ചിൻ റൂമൊക്കെ ചോറയിച്ച അല്ല, അത്രയും വൃത്തി. ഒരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത. ഓക്കെ. ഇത് എത്ര ഇത് ആസ്ക് ചെയ്യണേ? ടയറാണെങ്കിൽ 4 ഒരു 80% ടയറുണ്ട്. 80% 4 ടയർ ഉണ്ട്. ഓക്കെ. എങ്ങനെയായിരുന്നു ഇത് വില? ഇതിന് സെക്കൻഡ് ചാവി ഉണ്ട്, റിമോട്ടുമ്പോ തന്നെയാണ് ചാവി വരുന്നത്. അതുണ്ട്. സാൻഡ്രോക്ക് സാധാരണ പേരുന്ന ചാവിയാണ്, ഇത് റിമോട്ടുമ്പോ തന്നെ ചാവി ഉള്ളത്. ഒരു ടെൻഷനും വേണ്ട. എത്ര കൊടുക്കത്? ചെറിയ ഒരു ബഡ്ജറ്റ് വണ്ടിയാണ്. സാധാരണക്കാരന് വണ്ടി പിന്നെ നല്ല ബുമ്മും വേണം, പൈസയിൽ ഒതുങ്ങും വേണം. ഇപ്പൊ ഞാനൊക്കെ ഗൾഫിലുള്ള കാലത്ത് അങ്ങനെ നല്ലൊരു വണ്ടിയും വേണം, പൈസ കമ്മിയാവും വേണം. അപ്പൊ ഇത് 140 കൊടുക്കുക. എന്നും കുറയോ? ഒരു വെച്ച് ഇതുമ്പോ കുറയാനൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ. ലോൺ എത്ര കിട്ടും? ലോൺ ഇതുമ്പോ എങ്ങനെയാലും ₹1 ലോൺ കിട്ടും. ₹1 ലോണും കിട്ടും അല്ലെ? ഒരു ടെൻഷനും വേണ്ട. ഒരു 10, 30, 40 രൂപ കയ്യിലുണ്ട്. എവിടെ ചെറിയ ബഡ്ജറ്റിൽ റീപ്ലേസ്മെന്റ് ഇല്ല, തുരുമ്പില്ല, പിന്നെ വേറെ മെക്കാനിക് പരമായിട്ട് കമ്പനികളും ഇല്ല, ഒന്നുമില്ല. മെയിൻ ആയിട്ട് നോക്കേണ്ടത് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ്. ടയർ 80% ഉണ്ട്, ലെതർ സീറ്റ് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്. എല്ലാം കൊണ്ട് ടെൻഷനും വേണ്ട. നല്ല അടിപൊളി വണ്ടി, എല്ലാം കൊണ്ട് തേഞ്ഞൊരു വണ്ടിയാണ്. എല്ലാം തികഞ്ഞ വണ്ടി അല്ലേ? ശരി, ഇനിയിപ്പോ ഒരു 5 ഗൾഫുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5-6 മാസം ഉപയോഗിച്ചിട്ട് കൊടുത്താലും ചെറിയ ഒരു കായേ പോവുള്ളൂ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ആൾക്കാർ നമ്മളോട് വൈറ്റ് ഉണ്ടോ ചോദിച്ചു. വൈറ്റ് പ്രത്യേകതയാണല്ലോ, ഒരു വൈറ്റ് തന്നെ എവിടെയും കൊണ്ടേക്കാം. പിന്നെ അല്ലാതെ വെറുതെ നിങ്ങൾ വൈറ്റും ഇടില്ല. വൈറ്റും മറ്റേ ആൾ പറഞ്ഞാൽ ഒരു കുപ്പായ ഉണ്ടാവുമ്പോൾ വൈറ്റും ഇട്ടുള്ളൂ, പിന്നെ കൂടുതലുണ്ട് അറിയില്ലല്ലോ. ഇത് വാഗണർ VXi LXi? ഇത് വാഗണർ VXi ആണ്. AC, പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റാരിങ് 2 ഡോർ 4 ഡോർ വിൻഡോ ഒക്കെ വരുന്നത്. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഒരു 80-90% ടയർ ഉണ്ട്, റീപ്ലേസ്മെന്റ് ഇല്ല. മോഡൽ എത്രയായിരുന്നു? മോഡൽ 2014 ലാസ്റ്റ് വണ്ടിയാണ്. 2014 ലാസ്റ്റ്. ഇതുമ്പോ ഒരു പ്രത്യേക സീറ്റ് കവർ നമ്മള് ഇതുണ്ട്, സീറ്റ് കവർ പക്ഷെ ഒരു ലെതർ സീറ്റ് കവർ 5,000 രൂപ കൊടുത്തുകൊണ്ട് പഠിച്ചാൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് സീറ്റ് കവർ ഇട്ടും നമ്മൾ പറയുന്ന പൈസക്ക് സീറ്റ് കവർ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് ഇങ്ങനെ ഇടുമ്പോ ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. എത്ര ഓട്ടം ഉണ്ട് വണ്ടി? ഓട്ടം 94,000 കിലോമീറ്റർ അത് ഓടിയിട്ടുള്ളത്. 94,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഒരു ടെൻഷനും വേണ്ട, നല്ല അടിപൊളി വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ. സീറ്റ് കവർ നമ്മളല്ലേ ലെതറിന്റെ കറുപ്പും വൈറ്റ് ആയിട്ടില്ലേ? ഓക്കെ. ലെതർ മറ്റേ PG കളറായി നല്ല വണ്ടിയല്ല ഇതൊക്കെ. പിന്നെ കസ്റ്റമറിന് വിശ്വസിച്ച് എവിടെയും ഒരു പിന്നെ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടിയാണ്. ഡോറൊക്കെ തുറക്കുമ്പോൾ ബോണ്ടൊക്കെ അടക്കുമ്പോ തന്നെ അറിയാലോ. അതെ, ഇതൊക്കെ കാണാതെ തന്നെ ഇങ്ങനെ തുറന്നുകാണ്ട് ഇങ്ങനെ അടക്കുമ്പോ തന്നെ അറിയാം വണ്ടി എത്ര ഓടിക്കണേ. നിങ്ങൾ എത്ര ആസ്ക് ചെയ്യണേ? ഇത് നമ്മള് 2,80,000 റുപ്യക്ക് പുതിയ സീറ്റ് കവറിൽ പുതിയ ഇൻഷുറൻസ് ഇതുമല്ല, തേർഡ് പാർട്ടി നമ്മൾ എടുത്തു കൊടുക്കും. ലോൺ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവര് ആ തേർഡ് പാർട്ടിയുടെ പൈസ കൂട്ടിയിട്ട് എടുക്കണം. തേർഡ് പാർട്ടിക്ക് നമ്മൾ പൈസ 3,000 റുപ്യേന്റെ അടുത്ത് നമ്മൾ കൊടുക്കും. അതിന്റെ മേലേക്ക് ഇപ്പൊ ഞാൻ പിന്നെ ഫസ്റ്റ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 2 ലക്ഷം റുപ്യ നമുക്കൊക്കെ IDB ഇടുമ്പോ എങ്ങനെ ഒരു 5-6 റുപ്യ വരും. അപ്പൊ 3 റുപ്യ കൂട്ടേണ്ടി വരും. തേർഡ് പാർട്ടിയുടെ പൈസയിൽ നമുക്ക് സീറ്റ് കവർ അടിച്ചു കൊടുക്കുക, ഇൻഷുറൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ 2,80,000 റുപ്യക്ക് ഫസ്റ്റ് ഓണർ ആകെ 94,000 കിലോമീറ്റർ ഓടിയ ഒരു മേജർ കംപ്ലൈന്റ്, ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത
ഓക്കെ. അപ്പൊ ആവശ്യക്കാര് വന്നോട്ടല്ല, വന്നോട്ടെ, വിളിച്ചോട്ടെ. ഇതിമത്തിന്റെ ആൾട്ടോ കേട്ടൺ. ആൾട്ടോ കേട്ടനാണ്, ഗ്രേ കളറാണ്. ഗ്രേ കളർ വണ്ടി എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. ഗ്രേ കളർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ആൾട്ടോ കേട്ടനാണ്. ഇതിന് വാഗണറിന് ഇഞ്ചിനാണ് വരിക. ഏതായിരുന്നു? വാഗണറിന്റെ ഇഞ്ചിൻ KCDC ഇഞ്ചിനാണ് വരിക. ആൾട്ടോ കേട്ടനാണ്. ഇത് തന്നെ പിന്നെ സീറ്റ് കവർ നമ്മൾ വാഗണർ അടിച്ചു കൊടുക്കാറില്ലേ, ചെയ്തിട്ടുണ്ട്. പുതിയ ചെയ്തിട്ടുണ്ട്. മോഡൽ 2014 വണ്ടി, 15 ഡെലിവറി, 2030 വരെ പേപ്പറിലെ വണ്ടി. ഓക്കെ. എത്ര ഓട്ടം ഉണ്ട് വണ്ടി? ഓട്ടം 54,000 കിലോമീറ്റർ കറക്റ്റ് ഓട്ടാണ്. 54,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ടയർ 4 കടുപ്പുത്തൻ ടയറുണ്ട്. 4 കടുപ്പുത്തൻ ടയർ ഉണ്ട്. ഒരു ടെൻഷനും AC, പവർ സ്റ്റാരിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്ന VXI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. VXI ആണ് അല്ല, ഫുൾ ആണ് ഓപ്ഷൻ? ഫുൾ ആണ്. ഓക്കെ. ഇതേമാതിരി ഒരു വണ്ടി നമ്മൾ ഇതിന് മുന്നേ ഓട്ടോമാറ്റിക് നമ്മൾ എടുത്തിരുന്നു, അത് കൊടുത്തു. ഇത് മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ വണ്ടിയാണ്. ഇത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എത്രയാണ് ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ആണ്. ഓക്കെ. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ മൂപ്പര് പുതിയ ചെയ്തതാണ്. അതുപോലെ തന്നെ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ് തട്ടുമുട്ടോ ഒന്നുമില്ല, ഫ്ലഡ് ഇല്ല. അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. ഇതൊക്കെ റീപ്ലേസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് പറഞ്ഞു കൊടുക്കും. റൂം ഉണ്ടോ? ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,25,000 രൂപ കൊടുക്കാം. 2,25,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. ഒരു 2 രൂപ ലോണും കിട്ടും. വെറും 20,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇല്ലേ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ ലോണില്ല. ചെറുവണ്ടിയൊക്കെ കയ്യിൽ ലോൺ ഇല്ല എടുക്കാൻ നല്ലത്. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. റീപ്ലേസ്മെന്റ് ഇല്ല, സെക്കൻഡ് ഓണർ ആണ്. ഫ്ലഡ് കാര്യങ്ങളെല്ലാം, സീറ്റ് ലെതർ ഉണ്ട്. പിന്നെ തട്ടുമുട്ട് കാര്യങ്ങള് ഒരു അപാകതി ഒന്നും നമ്മൾ കാണിച്ചു തരാം. ഒരു ആവശ്യക്കാരെ വിളിച്ചോട്ടല്ല. ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കല്ലേ? എങ്ങനെയായിരുന്നു മൻസൂർ? ഇത് 2012-13 2012 മോഡലാണ്. 12 മോഡൽ, 13 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി അല്ല? 2028 പേപ്പറിലെ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടി. ഓക്കെ. ഒരു ടെൻഷനും വേണ്ട. സീറ്റൊക്കെ അടിച്ചാപ്പൊളി. അതെ, ഫ്രണ്ടിൽ നല്ല ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓയിലറും ചെയ്തിട്ടുണ്ടല്ലോ. നമുക്കുള്ള പ്രത്യേകിച്ച് ഇതൊന്നും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത, കൂടുതൽ ഓടിങ്ങാണ് ചടക്കാത്തത്. 69,000 കിലോമീറ്റർ. എഞ്ചിൻ റൂം ഒക്കെ ചോറിച്ചല്ല, അത്രയും വൃത്തിയാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. എത്ര? 79,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനം. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ 4 പുത്തൻ ടയർ ഉണ്ട്. 4 കടും പുത്തൻ ടയർ ഉണ്ട്. സീറ്റ് കവർ ആണെങ്കിൽ അതും പുതിയതുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഇടിയും കുത്തൊന്നുമില്ല. നല്ല ഒരു 2017-18 വണ്ടിന്റെ കണ്ടീഷൻ ഉണ്ട്. അതെ, ഒരു സാധാരണക്കാർക്ക് കണ്ണ് ചിമ്മീറ്റ് എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. അതെ, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. സ്പോയിലർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ കാണിച്ചു കൊടുക്കുന്നേ. ഈ സ്പോയിലർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിന്റെ ഒരു കോലം തന്നെ മാറും. ഉള്ളൊക്കെ കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുക്കുക. തട്ടുമുട്ട് പുത്തനാണല്ലേ? തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ് ഇല്ല, മിസ്സിംഗ് ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതെ അതെ. ഇത് എത്ര ചോദിക്കണേ? ഇത് നമ്മള് 1,70,000 ചോദിക്കണത്. 1,70,000 ചോദിക്കുന്നുണ്ട്. എത്ര കൊടുക്കത്? ഒരു വെറ്റ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ. അല്ല സോറി, ഞാൻ എത്ര ലോൺ കിട്ടും? ലോൺ എങ്ങനെ? ഒരു 1,500 രൂപ ലോൺ കിട്ടും. 1,500 രൂപ ലോൺ കിട്ടും അല്ലെ? 10-20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഇതൊന്നും നമ്മൾ 10 രൂപ ഇതുമ്പോ കൂടിയാലും നമ്മൾ എടുക്കുമ്പോ നല്ല കണ്ടീഷനിൽ എടുത്തായിരുന്നോ, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ എവിടെയെങ്കിലും 10 രൂപ ലാഭം നോക്കിയാല് പിന്നെ അതിന്റെ പിന്നാലെ പോകാനേ ഒഴിവുണ്ടാവുള്ളൂ. അതെ, ഇപ്രാവശ്യം നിങ്ങളെടുത്ത് നല്ല വാഹനങ്ങളല്ലേ? വണ്ടി മോഡൽ കുറവാണെങ്കിലും വാഹനങ്ങൾ നല്ല വൃത്തിയുള്ള വാഹനങ്ങളാണ് അല്ലെ? വൃത്തിയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓരോ വണ്ടികളെ. അത് വണ്ടി ഡാമേജ് ഉണ്ടാവും, അതിനനുസരിച്ച് കുറവുണ്ടാവും. അതെ അതെ. ഇവിടെ ഒരു ആൾട്ടോ 800 സിൽവർ കളറിലുള്ള, സിൽവർ കളറാണ്. ഇതുമ്പോ പ്രത്യേകിച്ച് 2014-15 വണ്ടിയാണ്. പക്ഷെ ഇത് സാധാരണ ഓർഡിനറി വണ്ടിയായിരുന്നു. ഇതിപ്പോ നമ്മൾ പവർ സ്റ്റാരിംഗ് കയറ്റിയതാണ്. ആദ്യം AC ഉണ്ടായിരുന്നു, പവർ സ്റ്റാരിംഗ് ഇല്ലായിരുന്നു. പവർ സ്റ്റാരിംഗ് ഇപ്പൊ നല്ല സംഖ്യ ആയിട്ടുണ്ട്. അല്ല, ഇത് ആൾട്ടോ 800 ആണ്. പക്ഷെ ആൾട്ടോ 800 ചില ആൾട്ടോ 800 കമ്പനി ആവശ്യത്തിനൊക്കെ വേണ്ടിയാണ് പവർ സ്റ്റാരിംഗ് ഇല്ലാതെ വരുന്നുണ്ട്. അങ്ങനെ വന്ന വണ്ടിയാണ്. പക്ഷെ വണ്ടിക്ക് അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ല, റീപേഴ്സും തട്ടുമുട്ടൊന്നും ഇല്ല. വണ്ടിക്ക് 2030 വരെ പേപ്പർ, 2015 വണ്ടിയാണ്. ഇത് നമ്മൾ അതിനനുസരിച്ച് കുറച്ചും കൊടുക്കാം. അതും AC പവർ സ്റ്റാരിംഗ് മാത്രമേ ഉള്ളൂ, പവർ വിൻഡോ ഉണ്ടാവില്ല. അതെ അതെ. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടത് 90 ഓടിയുണ്ട്, 78 എംബോ ഓടിയുണ്ട്. 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. വേറെ ഇടിയും കുത്തൊന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല അടിപൊളി ഫാൻസി നമ്പർ 26. ഓക്കെ. വേറെ ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാ.
എ സി ഉണ്ടാവും, പിന്നെ പവർ ഷെയറിംഗ് ഉണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട് അതില്. പവർ വിൻഡോ നമ്മൾ ഇപ്പൊ നേരത്തെ കാണിച്ച വണ്ടിക്കുള്ളൂ, ഇപ്പൊ കാണിച്ച വണ്ടിക്കില്ല കേട്ടോ. എവിടെയും ഒരു തട്ടുമുട്ടോ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് നമ്മൾ പവർ ഷെയറിംഗിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാറ്ററി ഇല്ല, ബാറ്ററി വെച്ച് തരും. നിങ്ങൾ അഡീഷണൽ ആയിട്ട് പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്. ഇനിയിപ്പോ പവർ വിൻഡോ കയറ്റാൻ ചെറിയ പൈസ ഉള്ളൂ, പണി കയറ്റാ. പക്ഷെ നമ്മൾ പൈസ കൂടുന്നിടത്തോളം ചില ആൾക്കാർ ബഡ്ജറ്റ് കമ്മിയുള്ള ആൾക്കാർ ഞാൻ എടുത്ത് വരാം, 800 വേണേനു. അപ്പൊ അങ്ങനത്തെ പറ്റിയ എ സിയും പവർ സ്റ്റിയറിംഗ് ഒക്കെ സാധാരണ മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ 2030 വരെ പേപ്പറിലെ വണ്ടിയല്ലേ, ഒരു 1,40,000 നമ്മൾ ലാസ്റ്റ് ചോദിക്കുന്നത്. 1,40,000 ചോദിക്കണ്ടല്ലേ. ലോൺ കിട്ടുമോ ഇതിന്? ഇപ്പൊ സാധാരണ ഇപ്പൊ 1,80,000 90,000 നമ്മൾ കൊടുക്കണം. ഇതിപ്പോ 1,40,000 റുപ്യക്ക് നമുക്ക് കിട്ടാൻ നല്ലതല്ലേ? അതെ അതെ. 2016 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം അല്ല? 14, 15 വണ്ടി. 15 രജിസ്റ്റേർഡ്. ഓക്കെ. അപ്പോ ആവശ്യക്കാർ വിളിച്ചോട്ടില്ല. ഇവിടെ വീണ്ടും ഒരു ആൾട്ടോ 800 തന്നെ കാണിച്ചു കൊടുക്കല്ല മൻസൂർക്ക. ഇപ്രാവശ്യം ആൾട്ടോ 800ന്റെ ചാകര അല്ല, എന്ത് മത്തി ചാകരയാ. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇതിപ്പോ നമ്മള് ടച്ചപ്പും പോളിഷും ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ വണ്ടി കൊടുത്താൽ പോളിഷ് വൃത്തിയാക്കിയൊക്കെ വെക്കല്. ഇതിന് മുന്നേ കാണിച്ച വണ്ടികളൊക്കെ അങ്ങനെ ചെയ്ത വണ്ടികളാണ്. അപ്പൊ ഇതിപ്പോ നമ്മള് ടച്ചപ്പും പോളിഷും ഒക്കെ ചെയ്തുകൊണ്ട് വൃത്തിയാക്കിയിട്ട് കൊടുക്കും 1,95,000 റുപ്യക്ക്. 1,95,000 കൊടുക്കും. ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. 2015 മോഡലാണ്. 15 മോഡൽ. 69,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. 69,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ടയറൊക്കെ മുന്നിൽ 2 ടയർ അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട്, ബാക്കിൽ ഒരു ആവറേജ് ടയർ. ഇടിയും കുത്തൊന്നുമില്ല, റീപ്ലേസും തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഇഞ്ചൻ കണ്ടീഷനുള്ള വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. 15 മോഡൽ ഉണ്ട്, LXI ഓപ്ഷൻ ആണ്. ഓക്കെ. ഇത് പിന്നെ ലാസ്റ്റ് എത്ര 1,90,000 റുപ്യ നമ്മൾ പറയുന്നത്. ഒരു വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ മാറ്റം ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ കൊണ്ടുപോയി അവിടെ ഇവിടെ ടച്ചപ്പ് ചെയ്യാണ്ട് പോളിഷ് ചെയ്യാണ്ട് ഇതൊക്കെ ഈ പൈസയിൽ പറഞ്ഞ പൈസയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് പൊടിയാണ്. ഇത് ഫുള്ള് പൊടി. നമ്മൾ ഇന്ന് ഡീസൽ ഇട്ടുകൊണ്ടൊന്ന് ക്ലീൻ ആക്കുമ്പോ ഉസാറാവുമോ. ഇതൊന്നും ഈ പേസ്റ്റ് പൊട്ടിയിട്ടില്ല, ഈ പാനൽ മാറിയിട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയാം നേരത്തെ വണ്ടിന്റെ ഓരോ നമ്മള് വൃത്തി വണ്ടി ചളി പിടിച്ചെടുക്കണം നോക്കണ്ട. വണ്ടി നമ്മൾ ചളി പിടിച്ചെടുക്കാൻ 1,500 റുപ്യ കൊടുത്താൽ വണ്ടി വൃത്തിയായി കിട്ടും. പക്ഷെ മറ്റുള്ള തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ നമ്മൾ പൈസ കൊടുത്താൽ മാറൂല. ഒരു ആൾട്ടോ കാർ, അതും എ സിയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു മൻസൂർക്ക് ഇത് മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2010 ആണ്. 2030 വരെ പേപ്പർ ഉണ്ട്. 30 വരെ പേപ്പർ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു തരും. പിന്നെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇടിങ്കുത്തൊന്നുമില്ല. ടയർ തന്നെ ഒരു ആവറേജ് ടയറുകളൊക്കെ ഉള്ള ഫ്രണ്ടിലൊക്കെ നല്ല കട്ടല ടയർ ഉണ്ട്. 100% കട്ടല ടയറാണ് ഫ്രണ്ടിലൊക്കെ ഉള്ളത്. ബാക്കിൽ ഒരു 60% ബാക്കിൽ ടയർ ഉണ്ട്. ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടിയാണ്. ഇത് നമ്മൾ ഒരു ഓഫർ വില കൊടുക്കാം. എത്ര കൊടുക്കുക? ഇത് നമ്മൾ 1,10,000 റുപ്യ കൊടുക്കാം. 1,10,000 കൊടുക്കാം. 2010 പുതിയ പേപ്പർ. 2010 പുതിയ പേപ്പർ എടുക്കുന്നതിന് 10,000-15,000 റുപ്യ വേണം. ഒരു പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. അത് കുറയാനൊന്നുമില്ല കേട്ടോ. ഇനി 1 റുപ്യ നമ്മൾ കുറയില്ല. ലാസ്റ്റ് കുത്തിച്ചിട്ടുള്ള റേറ്റ് ആണ്. ഓക്കെ. ലാസ്റ്റ് ആണ്. ആളുകൾ വിളിച്ചോട്ടെ. ഇവിടെ നമുക്കൊരു എ സ്റ്റാർ കാണിച്ചു കൊടുത്താൽ ഇതെങ്ങനെയായിരുന്നു? 2010 ആണ്. ഇത് 2010 വണ്ടി. ഓക്കെ. എ സി പവർ സ്റ്റിയറിംഗ് 4 ഡോർ വിൻഡോ. ഇത് VXI ആണ്. VXI ഓപ്ഷൻ ആണ്. ഇത് പേപ്പർ പുതിയ എടുത്തിക്കണ അല്ലേ? ഓക്കെ. വേറെ ഇടിയും കാര്യങ്ങളൊന്നും. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ ഇതില് 1ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. 1ന്റെ അടുത്ത് ഓടിയിട്ടുണ്ടല്ലോ. 1ന്റെ അടുത്തില്ല, 80,000 കിലോമീറ്റർ ആണ്. അത്ര ഓടിയിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും. ഓക്കെ. ഇത് പിന്നെ ലാസ്റ്റ് എന്താ ചോദിക്കണ വില? നമ്മൾ 1,20,000 ചോദിക്കണത്. 1,20,000 ചോദിക്കുന്നത്. 2010 പുതിയ പേപ്പർ എടുത്ത. അതെ. ഓക്കെ. എ സി പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ വാഹനമാണ്. അതല്ലാതെ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. സൂപ്പർ വാഹനമാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്. ഓക്കെ. അപ്പൊ വിളിച്ചോട്ടെ ആവശ്യക്കാർ. പിന്നെ ഇവിടെ ഒരു ആൾട്ടോ കാർ. ഈ ആൾട്ടോ കാർ 2006 ആണ് മോഡല്. പക്ഷെ ഇതിന് പവർ വിൻഡോ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്. പവർ വിൻഡോ ഉണ്ട്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ. ഓക്കെ. പിന്നെ സൈലൻസർ ചെക്കന്മാർ പൊട്ടിക്കാൻ വേണ്ടിയൊക്കെ ഒരച്ചുമുടി കൈമ ഉണ്ടാക്കിയാണ് തന്നെ. പക്ഷെ അതൊക്കെ ആർട്ടി കണ്ട പ്രശ്നമാണ്. അത് ഇതിന്റെ മേലെ ഒരു 2 കേരിയറിന്റെ അതുപോലെ തന്നെ ഇവിടെ സ്പോയിലർ കാര്യങ്ങളുണ്ട്. ടയറൊക്കെ പുത്തനാണ് അല്ലേ? 4 ടയറിന്റെ കാര്യം നമ്മൾ ചോദിക്കണുള്ളൂ. ഓക്കെ. 2006 പുതിയ പേപ്പർ എടുക്കണം. പുതിയ പേപ്പറില്ല, 1 വർഷം പേപ്പറുള്ളൂ.
ആ ഒരു കൊല്ലം ഓടിക്കല ഒരു കൊല്ലം ഓടിക്കാം. ഒരു കൊല്ലം എടുത്താൽ ഇതുമ്മ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല നഷ്ടപ്പെടാനൊന്നുമില്ല. വണ്ടി കൊണ്ട് കാണിക്കുക, ടാക്സ് അടക്കുക, റിന്യൂ എടുക്കുക. അതെ ഉള്ള കാര്യങ്ങൾ ടച്ച് സ്ക്രീൻ ഉണ്ട്. അതെ ഓക്കെ ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ബാക്കിൽ കാണിച്ചു കൊടുക്കും. ഓക്കെ അതുപോലെ തന്നെ AC പവർ വിൻഡോ വർക്കിംഗ് ആണ്. അല്ല AC ഉണ്ടല്ലേ? AC ഉണ്ട്. ACയും പവർ സ്റ്റാരിങ്ങും പവർ വിൻഡോ ഉണ്ട്. എല്ലാം ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ലാസ്റ്റ് 75 രൂപ കേൾക്കണത്. 75 രൂപ. അത്യാവശ്യം ഇത് മുതലുണ്ട്. ഞാൻ കാണിച്ചത് റേഞ്ചർ റൂം ആണുള്ളത്. അല്ല ടയറൊക്കെ 4 കടുപ്പ് തന്നെയാണ്. പവർ വിൻഡോ 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ടച്ച് സ്ക്രീൻ ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. AC പവർ സ്റ്റാരിംഗ് ഉണ്ട്. ബോണറ്റ് ഒന്ന് തുറന്നോളി. തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടോ? തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം പോയിട്ട് ഈ പാനൽ പോലും മാറിയിട്ടില്ല. പിന്നെ ഈ ബോണറ്റ് മാറിയിട്ടില്ല. സംഭവം ഇപ്പം 35 രൂപയും കിട്ടും 2006 വണ്ടി. പക്ഷെ നമ്മൾ ഓരോ ഓപ്ഷനും കാര്യങ്ങളും ഇത് നോക്കണം. വിളിച്ചോട്ടെ, ആളുകൾ വിളിച്ചോട്ടെ. പിന്നെ ഇവിടെ ഒരു ആൾട്ടോ കാർ ഇതെങ്ങനെയായിരുന്നു? ഇത് 2007 ആണ്. 2007 വണ്ടി. 7 വണ്ടിയാണ്. പേപ്പർ 29 വരെ ഉണ്ടോ? 27 വരെ. അടുത്ത കൊല്ലം വരെ അല്ല? ഈ കൊല്ലം അടുത്ത കൊല്ലം ഉണ്ടാവും. ഓക്കെ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? നമ്മൾ ലാസ്റ്റ് ഒരു 75 രൂപ കൊടുക്കാം. 75 രൂപ കൊടുക്കാം. 2007 1 കൊല്ലം പേപ്പർ ഉണ്ടാവും. 2 വർഷം പേപ്പർ ഉണ്ട്. 2 കൊല്ലം പേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി വേറെ മെക്കാനിക് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഫുൾ ഫിറ്റ്. AC പവർ സ്റ്റാരിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ വേറെ മറ്റുള്ള മെയിൻ കംപ്ലൈന്റുകളൊന്നും ഇല്ല. അതെ മെക്കാനിക്കോ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് നിങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ചവർ ലൈറ്റിന്റെ സ്പാർക്ക് അല്ലേ? ഇത് AC ഉള്ള വണ്ടിയാ? AC ഉണ്ട്. പിന്നെ 4 ഡോർ വിൻഡോ ഉണ്ടല്ലേ? ഓക്കെ പവർ വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. പെട്രോൾ വണ്ടിയാണ്. ഏകദേശം മൈലേജ് ഒക്കെ എത്ര കിട്ടും? മൈലേജ് 15 മൈലേജ് കിട്ടുള്ളൂ. ഇതിപ്പോ സാധാരണക്കാരിൽ ഈ മഴക്കാലത്തൊക്കെ സ്കൂട്ടിമ പോണ ആ കായപ്പോ ചോദിക്കണല്ലോ നമ്മള്. അപ്പൊ അതുകൊണ്ട് 4 ആൾക്ക് പോവാ. പിന്നെ ഇപ്പോ ഹെൽമെറ്റിന്റെ പ്രശ്നങ്ങളൊന്നും ഇതുമല്ലോ. ഇത് മോഡൽ എത്ര? മോഡൽ 2009 ആണ്. 29 പേപ്പർ ഉണ്ട്. ഓക്കെ വേറെ റീപ്ലേസ് ഇടിയും കുത്തൊന്നുമില്ല. വണ്ടിയെല്ലാം ഉള്ളൊക്കെ നല്ല നീറ്റാണ്. ഇന്ത്യയിലൊക്കെ കാണിച്ചു കൊടുത്താ ജനങ്ങൾ കാണട്ടെ. സെറ്റ് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നല്ല വൃത്തിയുണ്ട്. 4 ഡോർ വിൻഡോ ഉണ്ട്. ഓക്കെ വേറെ ഇടിയും കുത്തൊന്നുമില്ല. ബാക്ക് വൈപ്പർ ഉണ്ട്. ബാക്ക് വൈപ്പർ ഉണ്ടോ? ബാക്ക് വൈപ്പർ ഒക്കെ ഉണ്ട്. സ്പോയിലർ ഉണ്ട്. ഇത് മെക്കാനിക് വരുന്ന കുഴപ്പമൊന്നുമില്ല. വേറെ മേജർ കമ്പനി കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. നമ്മളിപ്പോ പൈസ ചോദിക്കണുള്ളൂ. എത്രയാണ്? ആ 50,000 രൂപ നമ്മൾ ചോദിക്കണുള്ളൂ. 50,000 രൂപ ഒരു സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന പൈസ. സ്കൂട്ടർ എടുക്കണമെങ്കിൽ 1,20,000 അടവാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ അടവ് വരുമ്പോത്തിന്. 50,000 രൂപക്ക് 3-1 വരുള്ളൂ. അതെ ഒരു 15 കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടും. ഓക്കെ ഇൻഷുറൻസ് പുതിയ ഉണ്ട്. ഉണ്ടല്ലേ? ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഒരു 7 സീറ്റ് വാഹനം. അതും മാരുതിന്റെ എർട്ടിഗാണ്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന മെയിൻ്റനൻസ് വളരെ കമ്മിയുള്ള ഒരു വാഹനം. സെഡാൻ വണ്ടി. എങ്ങനെയായിരുന്നു? ഇത് 2012 വണ്ടി. 12 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ VDI ആണ്. ഡീസൽ ആണ്. അലോയിൽ കയറ്റിയിട്ടുണ്ട്. അലോയ്സ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. ഒരു 20 കിലോമീറ്റർ മൈലേജ്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളുണ്ട്. ലെതർ സീറ്റ് കവർ ഉണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കാം. എത്ര ഓട്ടോ ഉണ്ട്? ഓട്ടോ 1,60,000 കിലോമീറ്റർ ഓടിയുണ്ട്. 160 ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഇല്ല. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. റീപ്ലേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അല്ല തട്ടുമുട്ടില്ല, തുരുമ്പില്ല. പിന്നെ മറ്റുള്ള ഒരു അപാകതകളും ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ല. സ്പോയിലർ ഒക്കെ ഉണ്ടോ? സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ഒരു കാണാൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. ഒരു ഫാമിലിക്ക് ഒരു 7-8 ആൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയൊരു അതുവേ ടൂറൊക്കെ പോയിട്ട് റൂം ഇട്ടില്ലെങ്കിൽ ഇതിന്റെ കടന്നിറങ്ങും ചെയ്യാം. അതെങ്ങനെയാ കിടക്കാൻ പറ്റൂല. ഓക്കെ ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 380 ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ റമദാനായിട്ട് നമ്മളൊരു ഓഫർ കൊടുക്കാണ്. 3,50,000 കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് 50,000 നോമ്പ് റമദാനിന്റെ മുന്നായിട്ട് വിളിക്കണം. നോമ്പ് കഴിഞ്ഞാൽ കൊടുക്കൂല. ഓക്കെ അതും ഒരു എർട്ടിഗ ഡീസൽ വണ്ടി. മോഡൽ എത്രയാണ്? മോഡൽ 2012 ആണ്. പിന്നെ രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. വേറെ 160 ഓടിയിട്ടുണ്ട്. മേജർ കമ്പനി റീപ്ലേസും കാര്യമൊന്നുമില്ല. നോമ്പിന് ഇനി ഒരു 10 ദിവസം കൂടി ഉണ്ട്. അതിന്റെ ഉള്ളിൽ കാര്യം കൺഫേം ആക്കുകയാണെങ്കിൽ കൊടുക്കാൻ പൈസ കൊടുക്കും. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കൂല. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ 3.5 കൊടുക്കൂല. ഓഫർ കൊടുക്കാണ്. ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഒരു ഇറ്റിയോസ്, അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. മെയിൻ്റനൻസ് വളരെ കമ്മിയുള്ള ഒരു വാഹനം. ടൊയോട്ടന്റെ ആണ്. ടയർ 4 പുത്തൻ ടയർ ഉണ്ട്. 4 കടുംപുത്തൻ ടയർ ഉണ്ട്. അലവിയിലുണ്ട്. അതെ
ഇത് എങ്ങനെയായിരുന്നു മോഡല്? സീറ്റ് കവർ ഒക്കെ ലെതർ സീറ്റ് കവർ ഉണ്ട്. മോഡൽ എങ്ങനെയായിരുന്നു? മോഡൽ 2011-12 2027 വരെ പേപ്പർ ഉള്ളൂ. 27 വരെ പേപ്പർ ഉണ്ട്. 12 മോഡൽ. ഓക്കെ. ഇടിയും കുത്തൊക്കെ ഉണ്ടോ? ഇല്ല, ഇടിയും കുത്തൊന്നുമില്ല. ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ. പിന്നെ ടൊയോറ്റന്റെ വണ്ടി മെയിൻ്റെനൻസ് വളരെ കമ്മിയാണ്. ഇഞ്ചിന് ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. ഇത് നോക്കിയാൽ മതി. ഇടിയും കുത്തുണ്ടാവും മാത്രം. ഓക്കെ. എത്ര ഇത് ലാസ്റ്റ് റേറ്റ് ആണ് ഇത്? നമുക്ക് 2,70,000 കൊടുക്കാം. ഒരു അൾട്ടോണിന്റെ പൈസ വരുന്നു. 2,70,000 കൊടുക്കാം. ലോൺ കിട്ടോ? ലോണ് പ്രയാസേക്കാരം. 2-3 കൊല്ലം പേപ്പറില്ലാത്ത വണ്ടിക്ക് ലോൺ കിട്ടൂല. ഓക്കെ. ധൈര്യമായിട്ട് എടുക്കാം. വേറെ അപാകതകളൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. ഇതിന്റെ എസ്റ്റിലോ എസ്റ്റിലോ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നല്ല വണ്ടിയല്ലേ ഇത്? പണ്ടത്തെ കാലത്ത് കുട്ടിനോവ പറഞ്ഞത് അല്ല, കുട്ടിനോവ തന്നെ ഇതിനെ പറയലേ. ഒരു ഇന്നോവന്റെ അതേ ഷേപ്പിൽ ഇതില്ല പ്രത്യേകം ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട് വണ്ടി. അപ്പൊ ഇതിപ്പോ മറ്റേ വണ്ടി ഓടുന്ന ഇന്നലെ കൊടുത്തിട്ടുള്ളൂ. അതെ, ഇന്നലെ വന്ന വണ്ടിയാണ്. അതെ, ഉള്ള ഉപകരണങ്ങള് കാണിച്ചു കൊടുക്കുക. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, പിന്നെ 4 ഡോർ വിൻഡോ, 2 ഡോർ വിൻഡോ. ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഫസ്റ്റ് ഓണർ ആണ്. ഫസ്റ്റ് ഓണർ ആണ് വണ്ടി. ഒരു ടെൻഷനും വേണ്ട. ഇൻഷുറൻസ് ആണെങ്കിൽ ഈ കൊല്ലം അവസാനം വരെ ഇൻഷുറൻസ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഓടിക്കണത് 90,000 കിലോമീറ്റർ ഓടി. 89,000 കിലോമീറ്റർ ഓടിയില്ല. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ലല്ല, വണ്ടി വിശ്വസിച്ചെടുക്കാം. എത്ര ഇത് ആസ്കേനെ? ഇത് നമ്മള് 1,10,000 ക്യാഷ് കൊടുക്കാം. 1,10,000 2028 വരെ പേപ്പർ. 28 വരെ പേപ്പർ. 8 മോഡലാണ്. ഓക്കെ. പിന്നെ വണ്ടി വേറെ മേജർ കമ്പനി, സെൻട്രൽ ലോക്ക്, റിമോട്ട്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, AC, പവർ സ്റ്റാരിങ് ഒക്കെ എല്ലാ ഫീച്ചേഴ്സും പിന്നെ നല്ലൊരു അടിപൊളി വണ്ടി. ഓക്കെ. അപ്പൊ വേണം വിളിച്ചോട്ടല്ല. നല്ല കറുകറുത്ത കരിമ്പുലി അല്ല? ഹ്യുണ്ടായിന്റെ ഏതായിരുന്നു ഇത്? പിന്നെ i10 ആണ്. i10. ഓക്കെ. ഏതാ ഓപ്ഷൻ? പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. അത് മേഘനെ 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വണ്ടിയല്ല? സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. അത് ബാക്ക് വൈഫർ ഒക്കെ വരുന്ന 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടിയാണ്. ഓക്കെ. ഇത് മോഡൽ എത്രയായിരുന്നു? മോഡൽ 2011 ആണ്. ടയറും കാര്യമൊക്കെ ഉണ്ട്. 11 മോഡലായിരുന്നു. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം AC ഒക്കെ വർക്കിംഗ് ആണ്. ഇതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. ഉൾഭാഗമൊക്കെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. വണ്ടി എല്ലാം കൊണ്ടും മിയാമിയാണ്. ഒന്നും നോക്കാനില്ല, കാരണം ചെമ്മീൻ എടുക്കല. ഇൻഷുറൻസ് കഴിഞ്ഞ് നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഇടിയൊന്നുമില്ല. ഓക്കെ. എത്ര കൊടുക്കത്? അതിനെ ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തുകൊണ്ട് 1,10,000 കൊടുക്കാം. 1,10,000 കൊടുക്കല്ല? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു നല്ല കിടുക്കച്ച് വണ്ടി, ഒരു ഡിസയർ. എങ്ങനെയായിരുന്നു? ഡിസയർ ഇത് 2014 ആണ്. 14 വണ്ടി. ഓപ്ഷൻ പിന്നെ VD ആണ്. ഡീസലാണ്. ഇത് തന്നെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. വൃത്തിയാക്കാനൊക്കെ പമ്പറൊക്കെ സെറ്റ് ആക്കിയാണ്ടേ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാനുള്ളത്. ടയർ 4 കടുപ്പത്തും ടയർ ഉണ്ട്. 4 അലോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. AC, പവർ സ്റ്റാരിങ് 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 140 ഓടിയിട്ടുണ്ട്. AC, പവർ സ്റ്റാരിങ് ഒക്കെ വരുന്നത് അല്ല ടൈപ്പ് 2 വരുന്ന വണ്ടിയാണ്. അതെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 4 ആണ്. 4 ഓക്കെ. എത്ര ആസ്കേനെ? ഇത് നമ്മൾ 3,65,000 വെച്ചാണ്. 3,65. അതെ, നല്ല വണ്ടിയാണ്. 2014 വണ്ടി. മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി. ഇവിടെ നല്ല കിതുമത്തിന്റെ ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കല. എങ്ങനെയായിരുന്നു? നല്ല ഒരു കമ്പനി സർവീസും കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള നല്ല ഒരു ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടി. ഒരു ടെൻഷനും വേണ്ട. മെക്കാനിക് പരമായിട്ടൊക്കെ 100ക്ക് 100 ആണ്. മിയാമിയാണ്. ഓക്കെ. മോഡൽ എത്രയാണ്? മോഡൽ 2012 ആണ്. 12 മോഡലാണ്. AC, പവർ സ്റ്റാരിങ്, 2 ഡോർ വിൻഡോ ആണ് വരുന്നത്. ഇത് VD LD ആണ്. VD കംസപ്പ് വണ്ടി. പിന്നെ മറ്റു ടയർ ആണെങ്കിൽ 4 കടുപ്പുത്തൻ ടയർ ഉണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഫസ്റ്റ് ഓണർ ആണ്. ആ ഓടിക്കുന്നത് 1,28,000 കിലോമീറ്റർ ഓടിക്കണം. ഓക്കെ. എത്ര കൊടുക്കുക? ഇത് 2,70,000 കൊടുക്കാം. 2,75 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. ഒരു ടെൻഷനും വേണ്ട. 100 വണ്ടി. ഓക്കെ. ഇത് 5 സീറ്റാ 7 സീറ്റാ? 5 സീറ്റ് ആണ്. 5 സീറ്റ് AC ആണ്. 5 സീറ്റ് AC ഉണ്ട് തന്നെ. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 2010 ആണ് വണ്ടി. 2030 വരെ പേപ്പറിലെ വണ്ടിയാണ്. 2010-30 വരെ പേപ്പർ ഉണ്ട്. അതെ. മെക്കാനിക് 100 ആണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ.
അത് ഞാൻ ബാക്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ പിന്നെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാം. ഇത് എത്രയാണ് വില? നമ്മൾ 1,45,000 റുപ്യക്ക്. 1,40. 1,45. 45 അല്ലേ? ടയറൊക്കെ ഉണ്ട്, നല്ല കടുപ്പുത്തൻ ടയറുകളൊക്കെ ഉണ്ട്. ഫ്രണ്ടില് നല്ല പുത്തൻ ടയറാണ്. തട്ടുമുട്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഗ്യാസ് കയറ്റിയിട്ടില്ല. ഗ്യാസ് ഒന്നും കയറ്റിയില്ല, ഫുള്ള് പെട്രോൾ വണ്ടിയാണ് തന്നെ. പെട്രോൾ തന്നെ എത്ര മൈലേജ് കിട്ടൂല? മൈലേജ് ഞങ്ങൾ 15 കിട്ടും. ആദ്യക്കാറ് അതും MPFA എഞ്ചിനാണ്, AC ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു ഓഫർ വില കൊടുക്കാണ്. AC ഉള്ള വണ്ടി അല്ലേ? അത് ഓഫർ വില കൊടുക്കാണ്. എത്രയാണ് മോഡല്? മോഡൽ 2007 ആണ്. ഇതിന്റെ വണ്ടിന്റെ വില 45 റുപ്യ. വണ്ടിന്റെ വില 45 റുപ്യ. ഇൻഷുറൻസ് ഒരു 2,800 വരും, പേർക്ക് മാറാൻ ഒരു 1,500 റുപ്യം വരും. അപ്പൊ ഒരു 2-3 റുപ്യ ആ ഒപ്പിലും വരും. ഒക്കെപ്പാടെ കൂടിയാണ് ഈ വണ്ടി കൊണ്ടുപോകാം. 45 റുപ്യ വണ്ടിന്റെ വില. പേപ്പർ പുതുക്കാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി. 40 റുപ്യ നമ്മൾ വാങ്ങി വിലക്കാ കൊടുക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു ഈക്കോ കാണിച്ചു കൊടുക്കാം. ഈക്കോ 2011 ആണിത്. ഇതിപ്പോ നമ്മളിപ്പോ പേപ്പർ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു പേപ്പർ നാളെ മറ്റന്നാൾ പേപ്പർ എടുക്കും. നമ്മളെ 31 വരെ പേപ്പർ ഉണ്ടാവും. ഇത് 1,70,000 റുപ്യ കൊടുക്കാം. 1,700 കൊടുക്കാം. അത് മോഡൽ എത്ര? മോഡൽ 2011 മോഡൽ. 11 വണ്ടി അല്ലേ? പുതിയ പേപ്പർ എടുത്തിട്ട് പുതിയ ഇൻഷൂറിൽ ഓട്ടം കാര്യങ്ങളൊക്കെ എന്ത്? ഓട്ടം കാര്യങ്ങൾ ഇത് 90,000 ഓടി ഉണ്ട്. 90. ഈ 5 സീറ്റ് AC ആണ്. 5 സീറ്റ് AC ആണ്. നല്ല കളറുമാണ്. നല്ല വണ്ടിയല്ല ഈ